ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അമലേന്ദു. ഇത് തിരുവോണത്തിന്റെ അന്നത്തെ വീഡിയോ ആണ്. തിരുവോണം കഴിഞ്ഞിട്ട് 1 മാസം ആവാറായെങ്കിലും എനിക്ക് ഈ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ ആ വീഡിയോ ഇത്രയും ലേറ്റ് ആയി. അപ്പൊ ഞങ്ങൾ തലേ ദിവസമേ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂ മേടിക്കാൻ പോയിന്റെ തലേദിവസത്തെ കുറച്ച് പരിപാടികളുടെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ വന്നിട്ട് പൂക്കൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എല്ലാവരും അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ കട്ട് ചെയ്യാം. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഞാൻ നൈസായിട്ട് പൂ കട്ട് ചെയ്യുന്ന ജോലി അമ്മേനെ ഏൽപ്പിച്ചിട്ട് അത്തപ്പൂക്കളത്തിന്റെ ഡിസൈനും വരച്ചു പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് റെഡിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ സദ്യ കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു, മത്സരങ്ങളൊക്കെ. അപ്പൊ അങ്ങോട്ടാണ്. അപ്പൊ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ തലേദിവസത്തെ ഡെക്കറേഷനും ഡാൻസും ഒക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇവിടെ കലോടിയാണ് നടന്നത്. പിള്ളേരും വലിയവരും എല്ലാവരും ഒരേപോലെ കലോടിക്ക് പങ്കെടുക്കുക ചെയ്തു. അതെ, നമ്മളെ നമുക്ക് തന്നെ കൊണ്ടുപോകണം. ആർക്കും കൊടുക്കരുത്, നമുക്ക് തന്നെ. ആരും പങ്ക് കൊടുക്കരുത്. അടിച്ചു ഓക്കെ. നമ്മളിന്ന് മുന്നോട്ട് വരികയാണ്. നല്ലൊരു പ്രോത്സാഹനം കഴിയുന്നത് അതെ. അങ്ങനെ പുള്ളിക്കാരി കലമൊക്കെ അടിച്ച് അങ്ങനെ കലോടെ കഴിഞ്ഞ് അടുത്ത് ചൂണ്ടയിൽ മീൻ കൊരുക്കാന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ ചേട്ടന്മാരാണ് ആദ്യം ഡെമോ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളിയുടെ റൂൾസ് എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് പങ്കെടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് കസാര വീട്ടിലായിരുന്നു. അപ്പൊ കസാര വീട്ടിലിന് വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങിയത് പിള്ളേർ സെക്ഷനാണ്. അങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കസാര വീട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് ഞങ്ങളുടെ വലിയ പിള്ളേര് കസാര വീട്ടിലേക്ക് ഇറങ്ങി. കസാര വീട്ടിലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത് സോഡാ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക എന്ന ഇതായിരുന്നു. അപ്പൊ പിന്നെ വലിയവരങ്ങനെ ജോയിൻ ചെയ്തില്ല, കൊച്ചു പിള്ളേർക്ക് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് നാരങ്ങ സ്പൂണായിരുന്നു. ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. കുറെയൊക്കെ കട്ട് ചെയ്തു, കാരണം ഇരുട്ടി സമയമില്ല. പിന്നെ ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു, സുന്ദരി പൊട്ടുകടല. അതും കൂടെ നേരത്തെ ഒരു നിർത്തി വരും.
സമ്മാനിക്കുന്ന പ്രോത്സാഹനം നല്ലവണ്ണം അവസാനമായി പറയുന്നത് മാർക്ക് കൊടുക്കണം. ഒന്നും കൂടി ഞങ്ങളാ സ്കൂൾ ഡോക്ടർ ആവശ്യപ്പെടുന്നു, പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, ഒന്നും കൂടി സർക്കാരിനെ തട്ടിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒന്നേ മത്സരിച്ചോളൂ, ഒന്നേ മത്സരിച്ചോളൂ, മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക. അടുത്ത ശ്രാവണാണ് സുന്ദരിക്ക് പൊട്ടുതൊഴാനായിട്ട് വരുന്നത്. ശ്രാവൺ അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ രാത്രി നാടൻ പാട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും നാടൻ പാട്ടിനും കൂടി അടിച്ചു പൊളിച്ചു. പിന്നെ നാടൻപാടിന്റെ ഇടയിൽ അന്നത്തെ വിജയക്കുള്ള സമ്മാനദാനം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വിജയികളെ ഒന്ന് മുന്നോട്ട് വന്നു നിൽക്കണം. നമ്മൾ പേര് വിളിക്കുന്നതനുസരിച്ച് കയറി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ഇവിടെ ഇത്തരം നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട തടത്തിൽ പ്രദേശത്തിലെ ഓരോ അംഗങ്ങളെയും ഇവിടെ പങ്കാളിയായ മുഴുവൻ അമ്മമാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും അതുപോലെ ഇവിടെ വിജയിച്ച് ഇന്ന് സമ്മാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട പ്രതിഭകളെയും കുന്നമ്പാറ വാർഡിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ നന്മകളും ഓണാശംസകളും നേർന്നുകൊണ്ട് അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാനമേള വീണ്ടും തുടങ്ങി. അപ്പോഴത്തേക്ക് എല്ലാരും ഒന്ന് ഓണാവുകയും ചെയ്തു. അങ്ങനെ നാടൻ പാട്ടൊക്കെ അവസാനിച്ചപ്പോഴത്തേക്കും കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പത്തോടെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം അവിടെ അവസാനിച്ചു.